അന്ന് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞില്ലേ, യു ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. പക്ഷെ സാർ അത് കേട്ടില്ല. എനിക്കും ജീവിക്കണം സാർ, മാന്യമായിട്ട് തലയുയർത്തി പിടിച്ച്. കുറ്റവാളി എന്ന ലേബൽ തെറ്റ് ചെയ്യാത്ത എനിക്ക് ചേരില്ല. അന്ന് രാത്രി ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു, നല്ലൊരു പണി. ഇതാണ് ആ പണി. ഈ കോടതി വിധിയോട് കൂടി പോലീസിന് വലിയ നാണക്കേടാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹരീഷ് മാധവന്റെ വീടിന് മുൻപിലാണ്. കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെയാണ്. എറണാകുളം സെഷൻസ് കോടതി മറ്റേതൊരു കേസിലും സമാനമല്ല. വിധി വന്നതിനു ശേഷം ഹരീഷ് മാധവൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ആകെ മൊത്തം സീനാന്നാ തോന്നുന്നത്. ഫീസ് അടയ്ക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറ്റ്സ് റിയലി ക്രേസി അറൗണ്ട് ഹിയർ. ഞാൻ തന്നെ പിന്നെ വിളിക്കാം. എന്താണ് പറയാനുള്ളത്? കോടതി വിധി മാനിക്കുന്നു. കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. വിശദമായ പ്രതികരണം നിങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഞാൻ തരുന്നതാണ്. ഇപ്പോൾ എനിക്ക് തൽക്കാലം ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഈ കോടതി വിധിയിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒരു കേസ് വന്നാൽ അത് തന്റെ ഇഷ്ടത്തിന് വിജയിപ്പിച്ചെടുക്കാൻ നെറുകേടിന്റെ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഹരീഷ് മാധവൻ. ഈ പ്രൊഫസർ നിശാന്ത് നല്ല പോരാളിയാ. അതുകൊണ്ടാണല്ലോ അയാൾ കേസ് ജയിക്കുന്നവരെ പൊരുതി നിന്നത്. എന്റെ കേസിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അയാൾ ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ, ബാക്കിയെല്ലാം പിന്നീട്. ഇല്ലല്ലോ, പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അനീഷേ, ദൈവം ശരിക്കും നമ്മുടെ കൂടെ ആടൂ. ഇല്ലെങ്കിൽ ഇങ്ങനൊരു പിടിവിളി ഇപ്പം നമ്മുടെ കിട്ടത്തില്ല. നമുക്കൊന്ന് ശരിക്കും കത്തിക്കണം. പ്രവർത്തകരൊക്കെ രോഷാകുലരാണല്ലോ അല്ലേ? വളരെ അപൂർവമായിട്ടുള്ള ഒരു വിധിയാണ് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോടതി വിധിയെ പൂർണ്ണമായും മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ കോടതി വിധി പ്രകാരമുള്ള മുഴുവൻ തുകയും കെട്ടിവെച്ചതിന് ശേഷം മാത്രമായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹരീഷിന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ ഡിപ്പാർട്ട്മെന്റ് പാസ്സാക്കുകയുള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ നൗ. അച്ഛൻ വിഷമിക്കല്ലേ. ഇതൊക്കെ ആൾക്കാർ പെട്ടെന്ന് മറക്കും. എനിക്കിനി ഈ വർഷം കോളേജിൽ പോകാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ പുറത്തു പോയി പഠിക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഓക്കെയാണ് അച്ഛാ. ഞാനിവിടെ എവിടെയെങ്കിലും കോളേജിൽ പഠിച്ചോളാം. അച്ഛാ പ്ലീസ് ഡോണ്ട് ബി സാഡ്. അച്ഛാ, സത്യത്തിൽ അയാൾ ശരിക്കും ഇന്നസെൻ്റ് ആണോ? ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. തൽക്കാലം ശ്രീദേവി മോൻ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കട്ടെ. ഈ പത്രക്കാർ ഉടനെ ഒന്നും നമ്മളാരെയും വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, ആ മുൻ മന്ത്രി മാത്യു, അയാൾ ഈ അവസരം ശരിക്കും മുതലാക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഹി ക്യാൻ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. അവരുടെ ഈ കടപ്പുറം ബാക്ക്ഗ്രൗണ്ടൊക്കെ ഹരീഷിനും അറിയാവുന്നതല്ലേ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറയുന്നത്, തൽക്കാലം അവരൊന്ന് മാറി നിൽക്കട്ടെ. ഐപ്പേ, ഞാൻ നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും പേടിയുമില്ല. ഐപ്പേ, ഞാൻ തറപ്പിച്ച് പറയുന്നു, ഇവിടെ നിന്ന് ആരും മാറാൻ പോകുന്നില്ല. Are you okay? Move back. ഹരീഷ് നിൽക്ക്.